ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഓൾ എന്ന ബട്ടനോടെ പ്രസ് ചെയ്യണേ. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഒരു റവ ദോശയും ഒരു ചട്നിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് രണ്ട് കപ്പൽ മുളക് ഇട്ട് കൊടുക്കാം. കഴുകിയതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട്, പൊട്ടിത്തെറിക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൊരിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലോട്ട് ഒരു 10 ചുവന്നുള്ളിയും ഒരു 6-7 വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഒരുപാട് ഇതാവൊന്നും വേണ്ട. അതിലോട്ട് 1/2 സ്പൂൺ എള്ള്, 1/2 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മഞ്ഞ് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യൊന്നും വേണ്ട, പ്രത്യേകിച്ച് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒരു അരമുറി തേങ്ങ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട്. ഒരു മുറിൻ്റെ പാതി തേങ്ങ അതിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് വഴറ്റി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി റവ ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1/2 കപ്പ് എടുത്തിട്ടുണ്ട് റവ. 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അര കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഈ പരുവമായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി ഈ റവയൊക്കെ ഒന്ന് കുതിരാനായിട്ട്. കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു ഓയിൽ ബ്രഷ് എടുത്തിട്ട് ഓയിലിങ്ങനെ തേച്ച് കൊടുത്തു. ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എല്ലാവിടെയും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ ഹോളുള്ളത് കുഴപ്പമില്ല.
ഇതിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് മൊരിച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ കിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മറിച്ചിടേണ്ട കാര്യമൊന്നുമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ഇതാ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ചേർക്കാണ്ടാണ് അരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ട് ഒന്ന് കടുകും കറിവേപ്പിലയൊക്കെ താളിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കണേ.